ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഡിഡ് ചീഫ് സിയാറ്റിൽ മേക്ക് ദിസ് അഡ്രസ് ടൈറ്റിൽഡ് ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ? ഏത് കൊല്ലമാണ് ചീഫ് സിയാറ്റിൽ ദി എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദി ബിഗിനിങ് ഓഫ് സർവൈവൽ എന്ന പ്രസംഗം നടത്തിയത്? ആൻസർ 1854, 1854. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ലാംഗ്വേജ് ഡിഡ് ചീഫ് സിയാറ്റിൽ മേക്ക് ഹിസ് സ്പീച്ച്? ഏത് ഭാഷയിലാണ് ചീഫ് സിയാറ്റിൽ ഈ പ്രസംഗം പറഞ്ഞത്? ലിഷൂഡ് സീഡ്. തേർഡ് ക്വസ്റ്റ്യൻ, whose translation of Chief Seattle's speech was published in Seattle Sunday Star in 1887? സിയാറ്റിലിൻ്റെ പ്രസംഗത്തിൻ്റെ ഏത് വിവർത്തനമാണ് 1887 സിയാറ്റിൽ സൺഡേ സ്റ്റാറിൽ പ്രസിദ്ധീകരിച്ചത്? ആൻസർ ഹെൻറി എ സ്മിത്ത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, whom does ചീഫ് സിയാറ്റിൽ മീൻ ബൈ ദ ഗ്രേറ്റ് ചീഫ് ഇൻ വാഷിംഗ്ടൺ? ആരെ ഉദ്ദേശിച്ചാണ് ചീഫ് സിയാറ്റിൽ ദ ഗ്രേറ്റ് ചീഫ് ഇൻ വാഷിംഗ്ടൺ എന്ന് പറഞ്ഞത്? ആൻസർ ഗവർണർ ഐസക് ഇൻഗാൾസ് സ്റ്റീവൻസ്, ദ ഫസ്റ്റ് ഗവർണർ ഓഫ് വാഷിംഗ്ടൺ. ഗവർണർ ഐസക് ഇൻഗാൾസ് സ്റ്റീവൻസ്, വാഷിംഗ്ടണിൻ്റെ ആദ്യത്തെ ഗവർണർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് സിയാറ്റിൽ മെൻ ബൈ ദ സ്മോക്കിംഗ് അയൺ ഹോഴ്സ്? ദ സ്മോക്കിംഗ് അയൺ ഹോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സിയാറ്റിൽ എന്താണ് അർത്ഥമാക്കിയത്? ആൻസർ ഇറ്റ് മീൻസ് എ ട്രെയിൻ, തീവണ്ടി. സിക്സ്ത് ക്വസ്റ്റ്യൻ, ടു വിച്ച് ട്രൈബ് ഡിഡ് ചീഫ് സിയാറ്റിൽ ബിലോങ്? ഏത് ട്രൈബിലാണ് ചീഫ് സിയാറ്റിൽ അംഗമായിരുന്നത്? ആൻസർ ഹി ബിലോങ് ടു ദ സുക്വാമിഷ് ട്രൈബ്. ഓക്കെ, ഇനി ഒന്നോ രണ്ടോ വാചകങ്ങളിൽ ഉത്തരം എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് സിയാറ്റിൽ സേ ദാറ്റ് ബൈയിങ് ഓർ സെല്ലിംഗ് ദ ലാൻഡ് ഈസ് സ്ട്രേഞ്ചർ ടു നേറ്റീവ് അമേരിക്കൻസ്? ചീഫ് സിയാറ്റിൽ എന്തുകൊണ്ടാണ് പറയുന്നത് ഭൂമിയുടെ വാങ്ങലും വിൽക്കലും അമേരിക്കയിലെ ആദിവാസികൾക്ക് അപരിചിതമാണെന്ന്? സിയാറ്റിൽ സേസ് ദാറ്റ് buying or selling the land is strange to Native Americans because they think if they do not own the freshness of the air, sparkle of the water, how can anybody buy it? Every part of this earth is sacred to the Native Americans. Every pine needle, every sandy shore, every mist in the dark forest, every insect is holy memory and experience of the people. The sap of the trees carries the memory of the man. കാറ്റിൻ്റെ ഉന്മേഷവും വെള്ളത്തിൻ്റെ തിളക്കവും ഇല്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് ഭൂമി വാങ്ങാൻ പറ്റുക? ഭൂമിയുടെ എല്ലാ ഭാഗവും അമേരിക്കൻ ആദിവാസികൾക്ക് പുണ്യപ്പെട്ടതാണ്. ഓരോ പൈൻമരവും ഓരോ കടൽ തീരവും കാട്ടിലെ മൂടൽ മഞ്ഞും എല്ലാ ഷഡ്പദങ്ങളും അവർക്ക് പുണ്യമുള്ള ഓർമ്മയും അനുഭവവുമാണ്. മരങ്ങളുടെ ഓരോ തുള്ളിക്കറയിലും മനുഷ്യൻ്റെ ഓർമ്മയുണ്ട്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദ വൈറ്റ്സ് ആൻഡ് ദ നേറ്റീവ് അമേരിക്കൻസ് ടു ദ കൺട്രി ഓഫ് ദെയർ ബർത്ത്? വെള്ളക്കാരുടെയും ആദിവാസികളുടെയും അവരുടെ ജന്മനാടിനെക്കുറിച്ചുള്ള വിവിധ ചിന്താഗതികൾ എന്താണ്? ആൻസർ, ഫോർ ദ നേറ്റീവ് അമേരിക്കൻസ് ദ കൺട്രി ഓഫ് ദെയർ ബർത്ത് ഈസ് സംതിങ് ഹോളി വിച്ച് ദേ വുഡ് നെവർ സെൽ. ദ വൈറ്റ് മാൻ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ്. ഫോർ ഹിം വൺ പോർഷൻ ഓഫ് land is the same as the next, for he is a stranger who comes in the night and takes from the land whatever he needs. The earth is not his brother but his enemy. He leaves his father's grave behind and he does not care. He treats his mother, the earth, and his brother, the sky, as things to be bought, plundered, sought like sheep or bright beads. ആദിവാസി അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മനാട് അവരുടെ പുണ്യഭൂമിയാണ്. അതവർ ഒരിക്കലും വിൽക്കുകയില്ല. പക്ഷെ വെള്ളക്കാരന് ഇതൊന്നും മനസ്സിലാകില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു തുണ്ടു ഭൂമി വേറെ ഏതൊരു തുണ്ടും പോലെയാണ്. കാരണം രാത്രി ഒളിച്ചു വന്ന് തനിക്ക് വേണ്ടതെല്ലാം ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ടു പോകുന്ന ഒരു കള്ളനെ പോലെയാണ് അവൻ. ഭൂമി അവൻ്റെ സഹോദരനല്ല, അവൻ്റെ ശത്രുവാണ്. അവൻ അവൻ്റെ പിതാവിൻ്റെ ശവകുടീരം ഉപേക്ഷിച്ചു പോകും. അവന് അതിനൊരു പ്രയാസവുമില്ല. അവൻ അവൻ്റെ അമ്മയായ ഭൂമിയെയും അവൻ്റെ സഹോദരനായ ആകാശത്തെയും വാങ്ങിക്കാനും ചൂഷണം ചെയ്യാനും ആടുകളെപ്പോലെയോ തിളങ്ങുന്ന മണികളെപ്പോലെയോ വിറ്റ് കാശുണ്ടാക്കുവാനുമാണ് ചിന്തിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് സിയാറ്റിൽ സേ അബൌട്ട് ദ സിറ്റീസ് ഓഫ് ദ വൈറ്റ് മാൻ? വെള്ളക്കാരുടെ പട്ടണങ്ങളെപ്പറ്റി ചീഫ് സിയാറ്റിൽ എന്താണ് പറയുന്നത്? ആൻസർ, ദർ ഈസ് നോ ക്വയറ്റ് പ്ലേസ് ഇൻ ദ വൈറ്റ് മാൻ സിറ്റീസ്. There you can't hear the openings of leaves in spring or the rustle of an insect's wing. The clatter only insults the ears. What is there to life if a man can't hear the lonely cry of the whippoorwill or the arguments of the frogs around a pond at night? വെള്ളക്കാരുടെ നഗരങ്ങളിൽ സമാധാനമുള്ള ഒരു സ്ഥലം പോലുമില്ല. വസന്തത്തിൽ ഇലകൾ വിടരുമ്പോൾ കേൾക്കുന്ന ശബ്ദമോ ഷഡ്പദങ്ങളുടെ ചിറകുകളുടെ മൂളക്കമോ ഒന്നും അവിടെയില്ല. അവിടെയുള്ളത് കാതടിപ്പിക്കുന്ന ശബ്ദകോലാഹലങ്ങൾ മാത്രം.
ഒരു വിഭൂർവിൽ പക്ഷിയുടെ സ്വരം കേൾക്കാനോ രാത്രികാലങ്ങളിൽ കുളങ്ങളിൽ നിന്ന് തവളകളുടെ തർക്കങ്ങൾ കേൾക്കാനോ പറ്റാത്ത ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ നേറ്റീവ് അമേരിക്കൻ സീ ദ റിവേഴ്സ് ആൻഡ് ദ എർത്ത്? എങ്ങനെയാണ് ആദിവാസി അമേരിക്കക്കാർ നദികളെയും ഭൂമിയെയും കാണുന്നത്? ആൻസർ, ദ റിവേഴ്സ് ആർ ദർ ബ്രദേഴ്സ്, ദേ ക്വെൻച്ച് ദർ തേഴ്സ്റ്റ്. ദ റിവേഴ്സ് ക്യാരി ദ കാനോൺസ് ആൻഡ് ദേ ഫീഡ് ദർ ചിൽഡ്രൻ. ദ വൈറ്റ് മാൻ മസ്റ്റ് ടീച്ച് his children that the rivers are their brothers. Show kindness to the rivers as they would show to their brother. നദികൾ അവരുടെ സഹോദരന്മാരാണ്. അവ അവരുടെ ദാഹം ശമിപ്പിക്കുന്നു. അവരുടെ ചെറുവഞ്ചികൾ അവ വഹിച്ചുകൊണ്ടു പോകുന്നു. അവരുടെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് ഈ നദികളാണ്. വെള്ളക്കാരൻ തൻ്റെ മക്കളെ പഠിപ്പിക്കണം നദികൾ അവൻ്റെ സഹോദരന്മാരാണെന്ന്. സഹോദരന്മാരോട് കാണിക്കുന്ന അതേ ദയ നദികളോടും കാണിക്കണം. ഫിഫ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് സിയാറ്റിൽ വാണ്ട് the white men to teach their children? വെള്ളക്കാരുടെ മക്കളെ എന്ത് പഠിപ്പിക്കണമെന്നാണ് സിയാറ്റിൽ അവരോട് പറയുന്നത്? ആൻസർ, they must teach their children that the ground under their feet is the ashes of their grandparents. Tell their children that the earth is rich with the lives of their kin, so that they respect the land. They must teach their children that the earth is their mother. Whatever happens to the earth, it also happens to her sons. If men spit upon the ground, they spit on themselves. വെള്ളക്കാർ അവരുടെ മക്കളോട് പറയണം, അവരുടെ കാലിനടിയിലുള്ള സ്ഥലം അവരുടെ പൂർവികന്മാരുടെ ചാരമാണെന്ന്. തങ്ങളുടെ ബന്ധുക്കളുടെ ജീവിതം കൊണ്ട് ഭൂമി ധന്യമാണെന്ന് വെള്ളക്കാർ മക്കളെ പഠിപ്പിക്കണം. ഭൂമിയെ ആദരിക്കാനും ഭൂമി അവരുടെ അമ്മയാണെന്നും അവരെ പഠിപ്പിക്കണം. ഭൂമിക്ക് സംഭവിക്കുന്നത് എല്ലാം അവരുടെ മക്കൾക്കും സംഭവിക്കും. ജനങ്ങൾ ഭൂമിയിൽ തുപ്പുമ്പോൾ തങ്ങളുടെ ദേഹത്ത് തന്നെയാണ് തുപ്പുന്നത്. സിക്സ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് സർവൈവിങ്? ജീവിക്കുന്നതിലെയും ഉപജീവനം നടത്തുന്നതിലെയും വ്യത്യസ്തത എന്താണ്? ആൻസർ, ലിവിങ് മീൻസ് one lives happily enjoying the sights and sounds around him. When we live, even the rivers, forests, and the creatures around become part of our household and we love them. The flora and fauna are equally important to man, but when we survive, we struggle for existence. Life then is not enjoyable. You just exist without joy and enthusiasm. A man destined to lie in the bed all his life as a sick man may be surviving, but he is not living in the real sense. ജീവിക്കുക എന്ന് പറയുമ്പോൾ തൻ്റെ ചുറ്റുപാടും ഉള്ള കാഴ്ചകളും സ്വരങ്ങളും കണ്ടും കേട്ടും ആസ്വദിച്ച് ജീവിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ ജീവിക്കുമ്പോൾ നദികളും കാടുകളും മറ്റു മൃഗങ്ങളും നമ്മുടെ വീടിൻ്റെ ഭാഗമാകുകയും നമ്മൾ അവയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഭൂമിയിലെ സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും മനുഷ്യന് പ്രാധാന്യം ഉള്ളതാണ്. പക്ഷേ നമ്മൾ ഉപജീവനം നടത്തുമ്പോൾ നമ്മൾ ജീവൻ നിലനിർത്താൻ മാത്രമാണ് കിണഞ്ഞു പരിശ്രമിക്കുന്നത്. അപ്പോൾ ജീവിതം ആസ്വാദ്യകരമല്ലാതാകുന്നു. സെവൻത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സർക്കാസം ഇൻ ദ വേർഡ് ഓഫ് സിയാറ്റിൽ വെൻ ഹി സേസ് ഐ ആം എ സാവേജ് ആൻഡ് ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഞാനൊരു കാടനാണ്, എനിക്കൊന്നും മനസ്സിലാക്കുകയില്ല. സിയാറ്റിലിൻ്റെ ഈ വാക്കുകളിലെ പരിഹാസം വിശദീകരിക്കുക. ആൻസർ, ഇറ്റ് ഈസ് യൂഷ്വൽ ഫോർ ദ വൈറ്റ് പീപ്പിൾ ടു തിങ്ക് ഓഫ് ദ നേറ്റീവ് അമേരിക്കൻസ് ഇൻ ദിസ് കേസ് ആസ് സാവേജസ് ബിക്കോസ് ദേ തിങ്ക് ദേ ആർ അൺസിവിലൈസ്ഡ്. സിയാറ്റിൽ sarcastically remarks that he is a savage and he does not understand the way of the white people. But he white men simply shoot and kill buffaloes as they travel in trains. Seattle says his men will kill a buffalo to eat as food, but he does not understand why white people should kill thousands of buffaloes mindlessly. വെള്ളക്കാർ സാധാരണയായി അമേരിക്കൻ ആദിവാസികളെ കാടന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ കാരണം ആദിവാസികൾക്ക് ഒട്ടും തന്നെ സംസ്കാരമില്ല എന്ന ചിന്തയാണ് വെള്ളക്കാർക്ക്. വെള്ളക്കാരെ പരിഹസിച്ചുകൊണ്ട് സിയാറ്റിൽ പറയുന്നു, അയാളൊരു കാടനാണെന്ന്. അയാൾക്ക് വെള്ളക്കാരുടെ രീതികളൊന്നും മനസ്സിലാകുകയില്ലെന്ന്. വെള്ളക്കാർ പലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പുൽമേടുകളിൽ മേയുന്ന പോത്തുകളെ വെടിവെച്ചു കൊല്ലാറുണ്ട്. ആദിവാസികൾ ആഹാരത്തിനായി വല്ലപ്പോഴും ഒരു പോത്തിനെ കൊന്നു എന്നിരിക്കും. പക്ഷേ എന്തിനാണ് വെള്ളക്കാർ വെറും ഒരു രസത്തിനായി ആയിരക്കണക്കിന് പോത്തുകളെ കൊല്ലുന്നതെന്ന് സിയാറ്റിലിന് മനസ്സിലാകുന്നില്ല. ആൻഡ് എയ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ടു മാൻ ഇഫ് ഓൾ ദ ബീസ് ആർ ഗോൺ? എല്ലാ മൃഗങ്ങളും ഇല്ലാതായാൽ മനുഷ്യന് എന്ത് സംഭവിക്കും? ഇഫ് ഓൾ ദ ബീസ് ആർ ഗോൺ, മാൻ വുഡ് ഡൈ ഫ്രം ലോൺലിനെസ്. വാട്ട് എവർ ഹാപ്പൻസ് ടു ദ ബീസ്റ്റ് വിൽ സൂൺ ഹാപ്പൻ ടു മാൻ. ഓൾ തിങ്സ് ആർ കണക്റ്റഡ്. എല്ലാ മൃഗങ്ങളും ഇല്ലാതായാൽ മനുഷ്യൻ ഏകാന്തതയിൽ നിരാശനായി മരിക്കും. മൃഗങ്ങൾക്ക് സംഭവിക്കുന്ന അതേ കാര്യങ്ങളാണ് മനുഷ്യനും സംഭവിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. നയൻത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഇന്ത്യൻ ലുക്ക് അറ്റ് വാട്ടർ? എങ്ങനെയാണ് റെഡ് ഇന്ത്യൻസ് വെള്ളത്തെ കാണുന്നത്?
Answer. He looks at water with love and reverence. To the native Indians, rivers are his brothers. They quench his thirst. The rivers carry his cannons and they feed his children. അവർ വെള്ളത്തെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് കാണുന്നത്. അവർക്ക് നദി അവരുടെ സഹോദരങ്ങളാണ്. നദികൾ അവരുടെ ദാഹം ശമിപ്പിക്കുന്നു. നദികളിൽ വെള്ളമിറക്കി തങ്ങളുടെ കുട്ടികൾക്കുള്ള ആഹാരം അവർ തേടുന്നു. And the last and 10th question. What are the conditions laid by Seattle to tell his land to the great chief? ഏത് വ്യവസ്ഥയിലാണ് സിയാറ്റിൽ തന്റെ ഭൂമി വാഷിംഗ്ടണിലെ വലിയ ചീഫിന് വിൽക്കാൻ സമ്മതിക്കുന്നത്? Answer. The white man should treat the beasts of this land as his brothers. He must teach his children that the rivers are their brothers. They should show kindness to the rivers as one would show to his brothers. He should teach his children that the land is precious as it contains the ashes of his grandparents and his kind. വെള്ളക്കാരൻ മൃഗങ്ങളെ തന്റെ സഹോദരങ്ങളായി കണക്കാക്കണം. നദികൾ തങ്ങളുടെ സഹോദരരാണെന്ന് വെള്ളക്കാരൻ അവരുടെ കുട്ടികളെ പഠിപ്പിക്കണം. സഹോദരനോട് കാണിക്കുന്ന അതേ ദയ നദികളോടും അവൻ കാണിക്കണം. വെള്ളക്കാരൻ തന്റെ കുട്ടിയെ പഠിപ്പിക്കണം അവന്റെ പൂർവികന്മാരുടെയും ബന്ധുക്കളുടെയും ചാരമുള്ളതുകൊണ്ടാണ് ഭൂമി വളരെ വിലപ്പെട്ടതാണെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും കഴിഞ്ഞു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഓൺ കില്ലിംഗ് എ ട്രീ എന്ന കവിതയായിട്ട് ഞാൻ വീണ്ടും തന്നതായിരിക്കും. ആൻഡ് ഗുഡ് ബൈ ഫോർ ടുഡേ. ബൈ.